ദിവ്യേശയം നാളെ എന്തായാലും പൂരമാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിനമാണ്. വലിയ തിരക്കുകളുണ്ടെന്ന് എനിക്കറിയാം. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി ദിവ്യേശയം? ഒരുക്കങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ തന്നെ ചിട്ടയായ മാതൃകയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തയ്യാറാണ് ആദരണീയനായ പ്രധാനമന്ത്രിയെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരവേൽക്കുവാനും ഈ ഒരു സുദിനത്തിൽ കേരളത്തിൻ്റെ സമ്മാനമായി ഭാരതത്തിനും ലോകത്തിനും സമർപ്പിക്കുവാൻ വിഴിഞ്ഞം തുറമുഖം തയ്യാറാണ്. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു സിവിൽ സർവൻറ്റ് എന്ന നിലയിൽ ഏറ്റവും ശ്രമകരമായൊരു ജോലി അതിൻ്റെ ഏറ്റവും സന്ദിഗ്ധമായ ഘട്ടത്തിലാണ് ഏറ്റെടുത്തത്. ഒരുപാട് പേരുടെ പിന്തുണയുണ്ടായിരുന്നു, സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. ഇതിലിപ്പോൾ അവസാനം ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതൊക്കെ അപ്രധാനമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ കമ്മീഷനിങ് ചെയ്യുന്നതോടുകൂടി ഒരു വലിയ ഒരു സ്വപ്നം പൂവണിയുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് ഒരു ജനതയുടെ സ്വപ്നമാണ്. അതിലുപരി ചരിത്ര പ്രസക്തമായിട്ടുള്ള ഒരു സ്വപ്നമാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ പ്രദേശത്തുള്ള നമ്മുടെയൊക്കെ മുൻഗാമികൾ കണ്ട ഒരു സ്വപ്നമാണ് എന്നുള്ളത് മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ആ വഴികളിലെല്ലാം നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാനും നടപ്പിലാക്കുവാനുമുള്ള ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നുപോയാണ് ഇന്ന് നമുക്ക് ഈ ഒരു തീരമണയുവാനായിട്ട് സാധിക്കുന്നത്.